ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നേക്കുന്നതെന്ന് പറയുന്നത് പുതിയൊരു പ്ലഗിൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതും വേർഡ്പ്രസ് പ്ലഗിനാണ്. അത് ഗൂഗിളിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു വേർഡ്പ്രസ് പ്ലഗിനായിട്ടുള്ള വെബ് സ്റ്റോറി പ്ലഗിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഗൂഗിളിൻ്റെ ഒരു പ്ലഗിൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഗൂഗിളിൻ്റെ സൈറ്റ് കിറ്റ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ. അതെന്ന് പറഞ്ഞത് പല തരത്തിലുള്ള ടൂളുകളെ ഒരുമിച്ച് നമ്മുടെ വേർഡ്പ്രസ്സിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ടൂളായിരുന്നു. അഥവാ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് മോളിൽ വരുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേർഡ്പ്രസ് സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഗൂഗിൾ പുതിയ ഒരു പ്ലഗിനുമായിട്ട് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബീറ്റ വെർഷൻ മാത്രമേ ഇപ്പം പുറത്തിറങ്ങിയിട്ടുള്ളൂ. എന്നാലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സംവിധാനമുണ്ട്. ഇതെന്ന് പറയുന്നത് മറ്റൊന്നിനുമല്ല, നമുക്കറിയാം ഈ അടുത്ത സമയത്ത് സ്റ്റോറികളാണ് എല്ലാ സ്ഥലങ്ങളിലും. അത് വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ വാട്സപ്പ് സ്റ്റാറ്റസ് രൂപത്തിൽ, ഫേസ്ബുക്കിൽ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് കുറച്ച് ആൾക്കാർ അറ്റൻഷൻ അതിലേക്ക് കിട്ടും. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ അതിലേക്ക് നോക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന വേർഡ്പ്രസ് സൈറ്റിലൂടെ കൊണ്ടുവരികയാണ് ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഉദ്ദേശം. അതിനകത്തെന്ന് പറയുന്നത് ചെറിയ സ്ലൈഡ് ഷോ പോലുള്ള സ്റ്റോറികൾ നമുക്ക് ആഡ് ചെയ്യാം. മിനിമം 4 ടെംപ്ലേറ്റ് എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒരെണ്ണം നിർമ്മിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതെന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് നമ്മുടെ കണ്ടന്റുകളെ എത്തിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇത്തരം കണ്ടന്റുകൾ വരുന്ന സമയത്ത് പെട്ടെന്ന് മൊബൈലിലാണ് കൂടുതൽ ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ ഇത്തരം സ്റ്റോറികൾ നല്ല രീതിയിൽ അതിനകത്ത് ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമെങ്കിലും ആൾക്കാരുടെ അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ സൈറ്റ് പതുക്കെ നമുക്കത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത്തരം കാര്യത്തിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന സ്റ്റോറി പ്ലഗിൻ വരുന്നത്. ഇതെന്ന് പറയുന്നത് ബീറ്റ വെർഷനേ ഉള്ളൂ. എങ്കിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനകത്ത് തടസ്സമില്ല. അപ്പം ഞാൻ അതിൻ്റെ എങ്ങനെയാണെന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഗൂഗിളിൽ പോകുന്നു. അതിനകത്ത് ഗൂഗിളിൻ്റെ സ്റ്റോറി വേർഡ്പ്രസ് പ്ലഗിൻ എന്നടിക്കുന്നു. അതിൽ ആദ്യം കിടക്കുന്ന ഈ ലിങ്കിൽ നമ്മൾ കയറുക, വെബ് സ്റ്റോറി ഫോർ വേർഡ്പ്രസ് എന്നുള്ളത്. നമ്മൾ അതിൻ്റെ സൈറ്റിൽ കയറിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഗൂഗിളിൻ്റെ തന്നെ വെബ് സ്റ്റോറീസ് ഫോർ വേർഡ്പ്രസ് എന്ന് പറയുന്ന സൈറ്റാണ്. അതിനകത്ത് ഇപ്പം നമുക്കിത് റിലീസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അല്ലാതെ നമ്മൾ പ്ലഗിനിൽ പോയി നോക്കിയാൽ കാണണമെന്നില്ല. ഇവിടുന്ന് നമ്മൾ അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പം ഡൗൺലോഡ് റിലീസ് കാൻഡിഡേറ്റ് എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതവിടെ വെബ് സ്റ്റോറീസ് ഡൗൺലോഡ് ആവുന്നുണ്ട്. ആ പ്ലഗിൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സിപ്പ് ഫോർമാറ്റിലാണ് പ്ലഗിൻസ് എല്ലാം നമ്മൾ ഡൗൺലോഡ് ആകുമ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഡാഷ്ബോർഡിലേക്ക് പോകാം. നമ്മൾ ഏത് വെബ്സൈറ്റിലാണോ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകാം. ഞാനിവിടെ കേരള ഫേസ് എന്ന് പറയുന്ന സൈറ്റിലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഡാഷ്ബോർഡിൽ വന്നു. അവിടെ നമുക്ക് കാണാം ഇടത് സൈഡിലകത്ത് പ്ലഗിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒന്നെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ പോയി നമുക്ക് ആഡ് ന്യൂ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ആഡ് ന്യൂ കൊടുക്കാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ നമ്മളിവിടെ സെർച്ച് ചെയ്ത് നമ്മൾ അങ്ങ് എടുക്കുകയാണ് പതിവ്. ഇത് സെർച്ച് ചെയ്ത് അതിനകത്ത് വരത്തില്ല, കാര്യം ഇത് ഒഫീഷ്യൽ റിലീസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം അപ്ലോഡ് ചെയ്യുകയാണ്. അതിന് കണ്ടില്ലേ, ഇടത് സൈഡിൽ മുകളിലായിട്ട് അപ്ലോഡ് പ്ലഗിൻ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചൂസ് ഫയൽ, എവിടെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നതെന്നുള്ള അതിൻ്റെ ആ കൃത്യമായിട്ടുള്ള ആ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക. അപ്പം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ഡൗൺലോഡ്സിനകത്താണ് കിടക്കുന്നത്. വെബ് സ്റ്റോറി എന്ന് പറയുന്ന ആ സിപ്പ് ഫയൽ കാണിച്ചു കൊടുക്കുകയാണ്. ഓപ്പൺ. അതിനുശേഷം ഇൻസ്റ്റാൾ നൗവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളിങ് പ്ലഗിൻസ് ഫ്രം അപ്ലോഡ് ഫയൽ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം പ്ലഗിൻ ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി. കണ്ടില്ലേ? അതിനുശേഷം നമുക്കത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, യു ആർ ഓൾ സെറ്റ് ടെൽ സം സ്റ്റോറീസ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതെല്ലാം കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ കാണാം വെബ് സ്റ്റോറി ആക്ടിവേറ്റ് ആയി കിടക്കുന്നതായിട്ട് കാണാം. കണ്ടില്ലേ? ഇനി നമുക്കതിൻ്റെ അതിൻ്റെ എഡിറ്ററിലേക്കൊന്ന് കയറി നോക്കാം. ലോഞ്ച് ദ എഡിറ്റർ. കണ്ടില്ലേ, നമ്മളുടെ ഇവിടെ ഇമേജസ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഇമേജ് ലൈബ്രറി കിടക്കുന്ന എല്ലാ ഇമേജും കാണിക്കും. ഇതിലേത് ഇമേജ് നമുക്ക് ഉപയോഗപ്പെടുത്തി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പോസ്റ്റിനകത്ത് ഇമേജസ് എല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെയാണ് പ്രിവ്യൂ കാണിക്കുന്നത്. എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പ്രിവ്യൂ കാണിക്കുന്നതാണ് ഈ ഓപ്ഷൻ. നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ ക്ലിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ? നമുക്കിങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് വല്ലതും എഴുതണമെന്നുണ്ടെങ്കിൽ ആ ഇടത് സൈഡിൽ മുകളിൽ കാണാം. കണ്ടില്ലേ? ഏത് തരത്തിലുള്ള ഹെഡിങ് വേണം എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ഹെഡിങ് 1 തന്നെ എടുക്കുകയാണ്. അപ്പോൾ
ഇവിടെയായിട്ട് കാണിക്കുന്നത്. നമുക്കത് എവിടെയൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് കൊണ്ടുവന്ന് വെക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ? കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള രീതിയെല്ലാം ഉണ്ട്. കണ്ടില്ലേ? സേവ്ഡ് കളേഴ്സ്. ഇവിടെ കൊടുത്തേക്കുന്ന ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് കളർ വേണമെന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ വൈറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഫിൽ കളറാണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്ക് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറൊന്നും വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്താൽ മതി. അതിനകത്ത് കിടക്കുന്ന പോലെ കാണിക്കാനായിട്ട് പറ്റും. ഇത് നമുക്കിവിടെ മാറ്റി കൊടുക്കാം. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഇവിടെയാണ് ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഞാനൊരു പേര് കൊടുക്കുകയാണ്, കേരള ഫേസ് യോഗ ക്ലാസ്സസ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും ന്യൂ പേജ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? യോഗ ന്യൂ പേജ്. അടുത്തൊരു ഇമേജ് നമുക്ക് ഇതിനേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനിവിടെ ക്ലൗഡിൽ കിടക്കുന്ന ഇമേജ് എടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇവിടെ നമ്മൾ പേജുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴെ കാണാം, ഇത് ഓരോ പേജ് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ളതാണ്, ഓരോന്ന് ആഡ് ചെയ്യാനുള്ളതാണ്. കണ്ടില്ലേ? ഇതിനകത്ത് താഴെയായിട്ട് കാണിക്കുന്നുണ്ടല്ലേ ഇത് 5 എണ്ണം. ഇത് 5 ഇമേജസാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തത്, അഥവാ 5 പേജാണ് ഇതിനകത്ത് ആഡ് ചെയ്തത്. മിനിമം ഒരു 4 എണ്ണമെങ്കിലും വേണം നമ്മുടെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏത് സമയത്തും ഏത് ഐറ്റവും വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി താഴെ. കണ്ടില്ലേ? ഓരോ ഐറ്റത്തിലും ഓരോ പേജിലും ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓരോന്നിലേക്ക് കൊണ്ടുപോകാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മുകളിലായിട്ട് കണ്ടില്ലേ, നമുക്ക് സാധാരണ പോസ്റ്റുകൾ ഡ്രാഫ്റ്റിൽ സേവ് ചെയ്ത് വെക്കുന്ന പോലെ നമുക്ക് സേവ് ചെയ്യാം. പലപ്പോഴായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് ഇവിടെ സേവ് ഡ്രാഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ പ്രിവ്യൂ പേജ് വരും. അവിടെ നമുക്ക് കാണാം നമ്മളുടെ സ്റ്റോറി എങ്ങനെയായിരിക്കുന്നത് എന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് കാണാം. ഇവിടെ നമുക്ക് ഇങ്ങനെ നീക്കി പോകാം. കണ്ടില്ലേ? പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷൻസ്, നമുക്കിവിടെ ഡിസൈൻ ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കുറേയധികം ഐറ്റംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അതിനിപ്പുറത്തായിട്ട് ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഇതിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫെസിലിറ്റി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഡ്രാഫ്റ്റ്, പബ്ലിക്, പ്രൈവറ്റ്. ഇത് നമുക്ക് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ സ്റ്റാറ്റസ് ആണ് കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ കുറച്ച് ഐറ്റംസ് കൊടുക്കാം. പബ്ലിഷ് ഡേറ്റ് ഉണ്ട്, ഓതർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ലോഗോ, നമുക്ക് പബ്ലിഷർ ലോഗോ നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കവർ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതണം, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റും. 200 വാക്കിൽ കൂടാത്ത രീതിയിൽ നമുക്കതിനകത്ത് എഴുതാനായിട്ട് പറ്റും. പിന്നെ കണ്ടില്ലേ, പെർമാലിങ്ക് എന്ന് പറയുന്നത് ഈ സ്റ്റോറിയുടെ ലിങ്കാണ് ഉദ്ദേശിക്കുന്നത്. URL എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇത് നമ്പർ ആയിരിക്കും ഇതിനകത്ത് ഡിഫാൾട്ടായിട്ട് വരുന്നത്. നമുക്കത് മാറ്റിയിട്ട് യോഗ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ യോഗ ക്ലാസ് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ യോഗ ക്ലാസ് എന്നാണ് കൊടുത്തത്. അപ്പോൾ കാണാമെന്നുണ്ടല്ലേ, keralafest.com/stories യോഗ ക്ലാസ്. ഇത്രയാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സിനകത്ത് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇമേജിനകത്തും ഈ പറയുന്ന ടെക്സ്റ്റിനകത്തും ലിങ്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് പേജിൽ ഞാനൊരു ലിങ്ക് കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ടില്ലേ, പേജ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ള കൊടുത്തേക്കുന്നുണ്ടല്ലേ, അതിന് തൊട്ട് താഴെയായിട്ട് വെബ് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ എവിടേക്കാണ് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ അതിനു വേണ്ടി ഈ കേരള ഫേസിൽ യോഗ ക്ലാസ് തുടങ്ങുന്ന ഫസ്റ്റ് പോസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്കിങ് കോപ്പി ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ? അതിനുശേഷം ഞാൻ അതിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഇത് പേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ താഴെ കണ്ടില്ലേ, ലേൺ മോർ എന്നുള്ളത് വന്നത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ പേജിലേക്ക് അതല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എഴുതിയിരുന്ന ടെക്സ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ലിങ്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, താഴോട്ട് കൊണ്ടുപോയാൽ ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ ലിങ്ക് കൊടുക്കാം. അപ്പം ഞാൻ ഈ നിയമം ആസനം എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് നമുക്കിവിടെ കൊടുക്കുക. അത് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിലേക്ക് അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്ക് പോകുന്നതായിരിക്കും. ഇനി നമുക്കൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം. നമ്മൾ കൊടുത്ത ലിങ്കുകളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ ലിങ്ക് എന്നുള്ളത് വരുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് ഞാൻ പേജിലേക്ക് പോകും. അതുപോലെ ഇവിടെ ലിങ്ക് ആക്ടിവേറ്റ് ആണ്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് ആ പേജിലേക്ക് പോകുന്നുണ്ട്. കണ്ടില്ലേ? അതുകൂടാതെ പിന്നുള്ളതെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ ഷേപ്സ് ഉണ്ട്. ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് ഏതെങ്കിലും രീതിയിൽ ഷേപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് റൗണ്ടായിട്ട് ഇട്ടിട്ട് അതിനകത്ത് ടെക്സ്റ്റൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അതിനോടാണ് ഈ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സ്റ്റോറി ഏകദേശം ഒന്ന് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഈ പറയുന്ന കേരള ഫേസ് യോഗ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് ഒന്ന് പബ്ലിഷ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് പബ്ലിഷ് എന്നുള്ള ബട്ടണിലാണ്. ഇപ്പോൾ സ്റ്റോറി പബ്ലിഷ് ആയി കഴിഞ്ഞിട്ടുണ്ട്. യുവർ സ്റ്റോറി ഹാസ് ബീൻ സക്സസ്ഫുള്ളി പബ്ലിഷ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ വ്യൂ സ്റ്റോറി, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറി കാണാനായിട്ട് വരും. അതുപോലെ വുഡ് യു ലൈക്ക് ടു ഇൻക്ലൂഡ് ഇറ്റ് ഓൺ എ ന്യൂ പോസ്റ്റ്, ഇതൊരു ന്യൂ പോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഡ് ടു ന്യൂ പോസ്റ്റ് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്മിസ് കൊടുക്കാം. ഇനി നമുക്ക് ആഡ് ടു ന്യൂ പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ സ്ക്രീനിൽ വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം കേരള ഫേസ് യോഗ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ പറയുന്ന അത്യാവശ്യം ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താം. സാധാരണ പോസ്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ പറയുന്ന പോലെ മറ്റ് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ഇവിടെ കൊടുക്കാനായിട്ടൊക്കെ പറ്റും. അത് ഞാനിവിടെ പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല. അതിനുശേഷം ഈ പറയുന്നതിന് എന്തെങ്കിലും തമ്പിനേൽ ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ പബ്ലിഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കേരള ഫേസിലൊന്ന് ലോഗിൻ ചെയ്ത് കയറുകയാണ്. അവിടെ നമുക്ക് കാണാം കേരള ഫേസ് യോഗ ക്ലാസ് എന്ന് പറയുന്നത് ഈ പോസ്റ്റിലാണ് നമ്മൾ ഈ സ്റ്റോറി ഇട്ടേക്കുന്നത്. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, പുതിയ പോസ്റ്റിലായിട്ട് നമ്മൾ മൊബൈലിൽ കണ്ടാലും നല്ല വൃത്തിയായിരിക്കും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റോറി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിലോ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിലോ വളരെ എളുപ്പമാണ്. ഇടത് സൈഡിനകത്ത് ഡാഷ്ബോർഡിൽ തന്നെ കാണാം സ്റ്റോറീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. ഇപ്പോൾ സ്റ്റോറിയുടെ ഡാഷ്ബോർഡിൽ പോകാം നമുക്ക്. ഇതാണ് സ്റ്റോറിയുടെ വെബ് സ്റ്റോറീസിൻ്റെ ഡാഷ്ബോർഡ്. ഇവിടെ കണ്ടില്ലേ ക്രിയേറ്റ് ന്യൂ സ്റ്റോറി എന്നുള്ള ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നിലവിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോറി ഇവിടെ കിടപ്പുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഓപ്പൺ ഇൻ ന്യൂ എഡിറ്റർ എന്നുള്ള ഓപ്ഷനുണ്ട്. കണ്ടില്ലേ, അത് പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ URL കോപ്പി ചെയ്യാൻ പറ്റും. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ഇൻ എഡിറ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള നിലവിൽ ചെയ്തിരുന്ന ആ പേജുകളെല്ലാം വരുന്നുണ്ട്. ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൻ്റെ സ്റ്റോറി പ്ലഗിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അത് കയറി നോക്കാവുന്നതാണ് എങ്ങനെയാണ് ലൈവായിട്ടൊരു സ്റ്റോറി ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വെബ് സ്റ്റോറി പ്ലഗിൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിന് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നല്ലൊരു പ്ലഗിനാണ്, നിങ്ങൾ ബീറ്റ വെർഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട. തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഫുൾ വെർഷൻ വരികയും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്ന മുറയ്ക്ക് നമ്മൾ പുതിയ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടന്റുകളൊന്നും വിട്ടുപോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ അടുത്ത് കാണുന്ന ബെൽ ബട്ടനോടൊന്ന് അമർത്തിയേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.